ഞങ്ങളെ ഉപ്പിലിട്ട വീഡിയോ ഇട്ട മുതൽ തന്നെ കുറേ ആൾക്കാർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാത്തതെന്ന്. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഒന്നുമില്ല കേട്ടോ. അന്ന് ഞങ്ങൾ കുറച്ച് എടുത്ത് വെച്ച കുറച്ച് പാർട്ടുണ്ടായിരുന്നു, അതൊന്നും ഇടാമെന്ന് കരുതി. അതേപോലെ തന്നെ കുറേ ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ഇടണമെന്ന്. കുറേ ആൾക്കാർ ഞങ്ങളോട് പറയലുണ്ട് ഓൺ വോയിസിലൊരു വീഡിയോ ഇടുകയും സോങ് ഇട്ടുങ്ങാണ്ട് വെറുപ്പിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പം എന്നാൽ ഞങ്ങളുടെ ഓൺ വോയിസിലൊരു വീഡിയോ ഇടാൻ കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. വീഡിയോ ഇടാൻ നേരത്താണെങ്കിലോ എനിക്കാണെങ്കിൽ ഭയങ്കര ജലദോഷം, അതുകൊണ്ട് സൗണ്ടൊന്നും ക്ലിയർ അല്ല. എന്തായാലും വേണ്ടില്ല, ഇടാൻ കരുതിയതല്ലേ കരുതിയിട്ട് അങ്ങോട്ട് ഇട്ട് നോക്കിയതാണ് കേട്ടോ. വോയിസൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. കുറേ നേരമായില്ലേ നിങ്ങളിങ്ങനെ കേൾക്കണു ഞങ്ങളെന്ന് പറയുന്നത്. അത് വേറെ ആരുമില്ല കേട്ടോ, ഞാനും എൻ്റെ ഇളയച്ചിയും കൂടെയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ കുറേ കാലമായി ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. കുറേ ആയി പ്ലാനൊക്കെ ചെയ്തിട്ട്, പക്ഷെ ഇതുവരെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എന്തായാലും ഇതൊന്ന് സക്സസ് ആയത്. ഞങ്ങളെ ഇഷ്ടമാണെങ്കിൽ, ഞങ്ങളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി എന്നും ഇതേപോലെയുള്ള വീഡിയോസ് ഉണ്ടാവേ. ഇനി എന്തായാലും ഓൺ വോയിസിൽ വീഡിയോ കൊടുക്കാനാണ് ഞങ്ങൾ പ്ലാനിങ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും സോങ് ഒക്കെ വെച്ചിട്ടുണ്ടാകും, എന്നാലും കൂടുതൽ ഞങ്ങൾക്ക് ഓൺ വോയിസിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളെന്തായാലും എന്താ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കിനി ഉപ്പിലിട്ടത് എങ്ങനെയെന്ന് നോക്കാമല്ലേ. വേറെ ഒന്നുമില്ല കേട്ടോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും എന്തൊക്കെയുള്ള വെച്ചാൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കട്ട് ചെയ്തൊന്ന് റെഡിയാക്കുക. അങ്ങനെ കട്ട് ചെയ്യുന്ന പണി, ക്ലീനാക്കുന്ന പണിയൊക്കെ അതൊക്കെ മോൾട്ടിൻ്റെയാണ് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ആദ്യം ഞങ്ങൾ പൈനാപ്പിളാണ് ഇട്ടത്. പൈനാപ്പിളും അതിൽ കുറച്ച് ഉപ്പിട്ട്, പിന്നെ അതിൻ്റെ ശേഷം ഞങ്ങൾ കുറച്ച് പച്ചമുന്തിരി ഉണ്ടല്ലോ, ഭയങ്കര പുളിയുള്ള മുന്തിരിയായിരുന്നു. അത്ര വലിയ മധുരമൊന്നും അല്ല കേട്ടോ, ഭയങ്കര പുളിയായിരുന്നു. ആ മുന്തിരിയും പിന്നെ കുറച്ച് ചീനപ്പറങ്കി ഉണ്ടല്ലോ, ഞങ്ങളത് ചീനമുളക് എന്നൊക്കെ പറയും. ആ കാന്താരി മുളകിനാണ് ചീനമുളക് എന്ന് പറയുക. ആ ചീനമുളകും കുറച്ചും കൂടി ഉപ്പും പിന്നെ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു, ഓറഞ്ചും അതേപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്തതും ഒക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ വിനെഗർ ഉണ്ടല്ലോ, സുർക്ക ഒഴിച്ചു. അതൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ ഞങ്ങളെ ബോട്ടിൽ ഫുള്ളായിട്ടോ. പിന്നെ ഞങ്ങൾ അടുത്തെടുത്തു, അതിലുണ്ടല്ലോ ബേറാപ്പിൾ ഉണ്ടല്ലോ, നമ്മളെ ഇളന്തപ്പഴം എന്നൊക്കെ പറയും, അതെടുത്ത് പിന്നെ അതിൽ തന്നെ കുറച്ച് ചീനാപ്പറങ്കി കുറച്ച് ഉപ്പും ഒക്കെ ഇട്ട്, പിന്നെ അടുത്ത് കുറച്ച് കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ. ആ കുക്കുംബറും അതിലേക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്ത് നല്ല ക്ലീനാക്കി കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ അതിലേക്ക് വിനെഗറും പിന്നെ അതേപോലെ നമ്മളെ ഉപ്പുണ്ടല്ലോ, ഉപ്പും കൂടെ, കല്ലുപ്പാണ് കേട്ടോ, പൊടിപ്പല്ല, കല്ലുപ്പാണല്ലോ നമ്മൾ അച്ചാറിലൊക്കെ യൂസ് ചെയ്യൽ. അങ്ങനെട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടല്ലോ, അത് രണ്ടിൽക്കും ഒരേപോലെ മൂടി നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിക്കുക. അങ്ങനെ ഞങ്ങൾ ഇത് ഒരുപാട് ദിവസമൊന്നും എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇത് അധികം നമ്മൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയതുകൊണ്ടേ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എടുത്തിട്ടോ. അപ്പം ശരി, നിങ്ങളും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.